ഹലോ, നമുക്കിന്നൊരു ഈസി ചിക്കൻ ബിരിയാണി പ്രിപ്പയർ ചെയ്യാം. അതിനായിട്ട് ആദ്യം ഒരു 3 സവോള ചെറിയ പീസായിട്ട് കട്ട് ചെയ്യുക. അതിനോടൊപ്പം ഒരു 2 തക്കാളി കൂടി പീസായിട്ട് കട്ട് ചെയ്ത് മാറ്റുക. ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് തയ്യാറാക്കി വെക്കുക. ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് അതിൽ കാഷ്യൂസും റൈസിൻസും ഫ്രൈ ചെയ്ത് മാറ്റണം. ഈ സെയിം പാത്രത്തിലേക്ക് കുറച്ചുകൂടി സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ട് സവാള ഫ്രൈ ചെയ്യാനായിട്ട് വെക്കാം. ചെറുതായിട്ട് കട്ട് ചെയ്ത സവാള വേണം ഫ്രൈ ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ടത്. സവാള ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം സെയിം പാത്രത്തിലേക്ക് കുറച്ചുകൂടെ ഓയിൽ ആഡ് ചെയ്തിട്ട് വഴറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച സവാള ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് സോൾട്ടും ആഡ് ചെയ്യുക. സവാള ചെറുതായിട്ട് വാടി വരുമ്പോഴത്തേക്കും ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ശേഷം അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ച തക്കാളി കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. അതിനായിട്ട് ആദ്യം കുറച്ച് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ശേഷം ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂണോളം നെയ്യ് കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇനി നമുക്ക് ചിക്കൻ വേവിക്കാനായിട്ട് വെക്കാം. ഇതിനായിട്ട് നേരത്തെ കഴുകി മാറ്റി വെച്ച ചിക്കൻ നമുക്കിതിലേക്ക് ചേർക്കാം. ഞാനിവിടെ ഒരു 5-6 പീസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. അത്ര നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഇത് കുറച്ച് നേരം മൂടി വെച്ച് വേവിക്കണം. ഒരു 15 മിനിറ്റോളം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ചിക്കൻ ഒരു 1/4 വേവ് ആകുമ്പോഴത്തേക്ക് നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബസ്മതി റൈസാണ് ഉപയോഗിച്ചേക്കുന്നത്. ഉപ്പും ഏലക്ക, പട്ട, ഗ്രാമ്പൂ എന്നിവ ചേർത്ത് വേവിച്ച റൈസാണ്. നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഓണിയനും അതുപോലെ കാഷ്യൂസും റൈസിൻസും ഇതിൻ്റെ മുകളിലേക്ക് വിതറി കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 2-3 ടീസ്പൂൺ ഓഫ് നെയ്യ് കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് നേരം വീണ്ടും അടച്ചു വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് ഇതിൻ്റെ മൂടി തുറന്ന് നോക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ വെന്ത് റൈസിലേക്ക് അതിൻ്റെ ഫ്ലേവർ എല്ലാം പിടിച്ചിട്ടുണ്ടാവും. ഇനി നമുക്കൊരു ബൗളിലേക്ക് ബിരിയാണി സെർവ് ചെയ്യാം.